മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ആഴ്ചയിലും നിങ്ങളേവരും ഇഷ്ടപ്പെടുന്ന, നിങ്ങളേവരും കാത്തിരിക്കുന്ന സ്ത്രീരത്നങ്ങളെ പെൺമയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഈ ആഴ്ചയിലും അത് മാറുന്നില്ല. എന്നാൽ ഒട്ടും തന്നെ ആമുഖത ആവശ്യമില്ലാത്ത ഒരു കലാകാരിയാണ് ഇന്നത്തെ പെൺമയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. When I smile, make someone else also smile with me. എന്റെ നൃത്തത്തിലൂടെ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. അപർണ സതീശൻ, കുച്ചിപ്പുടി നർത്തകി. ഞാനിപ്പോ കുച്ചിപ്പുടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പഠിക്കുന്നത് ഗുരു ശ്രീമതി വൈജയന്തി കാശിയോടൊപ്പമാണ്. ഞാൻ 3 വയസ്സുള്ളപ്പോൾ നൃത്തം പഠിക്കാൻ തുടങ്ങിയതാണ്. ചേച്ചി റിഗാറ്റ ഗിരിജ ചന്ദ്രൻ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ അവിടെ ചെല്ലുമ്പോൾ കൂടെ അവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ പാട്ട് കേട്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നി. അങ്ങനെ അമ്മ എന്നെയും കൂടി നൃത്തം പഠിക്കാനായിട്ട് ഗിരിജ ടീച്ചറിന്റെ അടുത്ത് ചേർക്കുകയായിരുന്നു ചെറുപ്പത്തിലെ. അപ്പൊ അന്ന് തുടങ്ങി ഫോക്ക് ഡാൻസിൽ തുടങ്ങി, പിന്നെ ഭരതനാട്യമായി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, അങ്ങനെ പല നൃത്തരൂപങ്ങളും പഠിച്ചു. 7 വയസ്സുള്ളപ്പോഴാണ് കുച്ചിപ്പുടി പഠിച്ചു തുടങ്ങിയത്. ഗിരിജ ടീച്ചറിന്റെ അടുത്ത് തന്നെയായിരുന്നു പഠിച്ചതും ഒക്കെ. ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നെ ക്രൈസ്റ്റ് നഗറിലേക്ക് മാറുകയും യുവജനോത്സവത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ക്രൈസ്റ്റ് നഗർ സ്കൂൾ വഴിയാണ് ഞാൻ പോയത്. ഞങ്ങളുടെ ക്രൈസ്റ്റ് നഗർ സ്കൂളിന്റെ ടീമിനായിരുന്നു അന്ന്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ. പിന്നെ കഥകളി, ഗ്രൂപ്പ് ഡാൻസിനും ഫോക്ക് ഡാൻസ്, അങ്ങനെ പല പല ഐറ്റം പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റമായി. അപ്പോൾ കൂടുതലും എ ഗ്രേഡുകൾ പങ്കെടുത്ത പല ഐറ്റത്തിനും എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് കുച്ചിപ്പുടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും അതാണ് എന്റെ ശരീരത്തിന് കൂടുതൽ വഴങ്ങുന്നതും എന്ന് മനസ്സിലായപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കൂടുതലും കുച്ചിപ്പുടി പെർഫോമൻസസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ശ്രീമതി വൈജയന്തി കാശി മാമിനോട് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ അക്ക എന്നാണ് വിളിക്കുന്നത്. അക്കയാണ് പിന്നെ എന്നെ ട്രെയിൻ ചെയ്യിച്ചതും. പിന്നെ 29ാം തീയതി വരുന്ന വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഞാൻ ചെയ്യുന്ന സമർപ്പണ എന്ന പ്രോഗ്രാമിന് വേണ്ടി എല്ലാം കൊറിയോഗ്രാഫി ചെയ്ത് എന്റെ കൂടെ നിന്ന് എന്നെ പഠിപ്പിച്ചതും ഇതുവരെ എന്നെ എത്തിച്ചതും വൈജയന്തി കാശി തന്നെയായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് വലിയ വലിയ ഡാൻസേഴ്സിന്റെ കൂടെ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജിന്റെ എല്ലാ വെക്കേഷൻ സമയത്തും ഞാൻ ചെന്നൈയിൽ പത്മഭൂഷൺ ശ്രീ വി പി ധനഞ്ജയൻ സാറിന്റെ അടുത്തും ശാന്താക്കയുടെ അടുത്തും പോയി നിന്ന് 2 മാസം 3 മാസം അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ പല പല ആർട്ടിസ്റ്റിനെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആ ഒരു വഴി. പിന്നെ കഥകളി ഞാൻ പഠിച്ചത് ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി സാറിന്റെ അടുത്താണ്. പിന്നെ കുച്ചിപ്പുടി ഇപ്പോൾ വൈജയന്തി കാശി മാമിന്റെ അടുത്ത് പഠിക്കാനും ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഇത്രയും വലിയ വലിയ നർത്തകരുടെ കൂടെ പഠിക്കാനും അവരുടെ കൂടെ പ്രോഗ്രാംസ് ചെയ്യാനും പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. എന്നാലും കലയോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ SET കോളേജ്, പാപ്പനംകോട് ശ്രീ ചിത്ര തിരുനാൾ കോളേജിലാണ് പഠിച്ചത് ബിടെക്. 2011 ഞാൻ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് US പോകുന്നത്. അവിടെ ചെന്നു. അവിടെ കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടുതൽ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് അവരെന്നെ തെരഞ്ഞെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഒക്കെ സാധിച്ചു. പഠിത്തത്തിൽ തന്നെ
ഡാൻസും എല്ലാം കൂടെ കൊണ്ടുപോയാലും 4 out of 4 GPA എനിക്ക് അവിടെ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ജോലി കിട്ടി. അവിടെ തന്നെ അങ്ങനെ അവിടെ സെറ്റിലായി എഞ്ചിനീയർ ആയിട്ട്. യുഎസിൽ ഞാൻ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ആയിട്ട് നടത്തിയിരുന്നു, സംയോഗ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. കുറെ കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്യിച്ച് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അങ്ങനെ 3 കലാരൂപങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. അതിന്റെ കൂടെ ഞങ്ങളൊരു ചെറിയൊരു തുക അതിനകത്ത് ടിക്കറ്റ് പ്രൈസ് ആയിട്ട് വെച്ചു. അത് ഞങ്ങളൊരു ഓർഗനൈസേഷനിൽ കൊടുത്ത് കുട്ടികളെ സഹായിക്കാൻ, അവരുടെ ട്രീറ്റ്മെന്റിനും അവരുടെ എഡ്യൂക്കേഷനും പിന്നെ ആരും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു സഹായം എന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങൾ എല്ലാവരും പോയി അവിടെ ഞങ്ങൾ സമർപ്പിച്ചായിരുന്നു. അതില് ശരിക്കും എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയത് എൻ്റെ ആ ചെറിയ കുട്ടികൾ, 6-7 വയസ്സുള്ള കുട്ടികളായിരുന്നു. അവര് പെർഫോം ചെയ്ത കുട്ടികൾ. അവരവരുടെ കുടുക്കേന്ന് കോയിൻസ്, ചെറിയ ചെറിയ കോയിൻസ് എടുത്തോണ്ട് വന്നിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറയായിരുന്നു, ഇതും കൂടി കൊടുത്ത് അവരെ രക്ഷിക്കൂ, അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതുവഴിയാണ് അടുത്ത ജനറേഷനിലെ ആൾക്കാരെ നമ്മളായിട്ട് നയിക്കുന്നതെന്ന്. ജോലി വളരെ തിരക്കേറിയ ജോലി തന്നെയാണ്. എന്നാലും അതിനിടയ്ക്ക് ഒരു കുറച്ച് സമയം കണ്ടെത്തിയായിരുന്നു ഞാൻ ചെറിയ രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പ്രോഗ്രാം ചെയ്യാൻ. അപ്പം എല്ലാ ശനിയും ഞായറും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്റ്റുഡിയോ റെന്റ് എടുത്ത് അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടി ഞാനൊരു ചെറിയ രീതിയിൽ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പല രാഗങ്ങളുടെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം അങ്ങനെ 3 കലാരൂപങ്ങളും ഒന്നിച്ച് അതേ പാട്ടിൽ തന്നെ ഒരേ സമയത്ത് സ്റ്റേജിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. റീസെന്റ് ആയിട്ട് ഞാനൊരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്തു, കൃഷ്ണ എന്ന പേരില്. കൃഷ്ണന്റെ കുട്ടിക്കാലം മുതൽ കാളിയമർദ്ദനം വരെയുള്ള കാര്യങ്ങളായിരുന്നു ആ ഡാൻസ് കൊറിയോഗ്രാഫിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പല പല മ്യൂസിക് ഞാൻ ഒരു 1-1.5 വർഷമായിട്ട് ഞാൻ പല പാട്ടുകളും പല രാഗങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ചില സീൻസ് മനസ്സിലുണ്ടായിരുന്നു, ഏത് പാട്ടായിരിക്കും അതിന് ആപ്റ്റ് ആവുക എന്നുള്ള ഒരു സെലക്ഷൻ ഇതിലായിരുന്നു. അങ്ങനെ നല്ല കുറെ പാട്ടുകൾ കിട്ടി. ഞാൻ തന്നെ അത് മ്യൂസിക് എല്ലാം എഡിറ്റ് ചെയ്ത് ചിട്ടപ്പെടുത്തി ഒരു കൊറിയോഗ്രാഫി ഉണ്ടാക്കി. എന്നിട്ട് എന്റെ തന്നെ ഡാൻസ് എന്റെ കൂടെ അവിടെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്, ടീനേജേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ ചേർന്ന്, അവർ കുറച്ചൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയ, ഒരു ഗ്രൂപ്പായിട്ട് കുറെ എല്ലാ ഇൻപുട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ചെയ്തതാണ് എന്റെ ഒരു കൊറിയോഗ്രാഫി. കുച്ചിപ്പുടി മൂവ്മെന്റ്സ് ആണ് അതിൽ കൂടുതലും ചെയ്തത്. എന്നാലും കുറച്ചൊരു ഭരതനാട്യത്തിന്റെ ഒരു ടച്ചും കൂടി വന്നിട്ടുണ്ട് ആ കൊറിയോഗ്രാഫിയിൽ. അപ്പൊ അതിനകത്ത് മെയിൻ എപ്പിസോഡ്സ് കാണിക്കുന്നത് ഒന്ന് കൃഷ്ണൻ വെണ്ണക്കെട്ട് തിന്നുന്നതും ഗോപശ്രീകളുടെ അടുത്ത് നോട്ടിനെസ് കാണിക്കുന്നതും പിന്നെ കാളിയമർദ്ദനമായിരുന്നു എന്റെ മെയിൻ ഇത്. പിന്നെ അതുപോലെ അതിന് പല പല എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു ആ കൃഷ്ണ എന്ന ഡാൻസില്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. കാരണം എന്റെ ഒരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു കൃഷ്ണ. കാരണം ഗുരുവായൂരപ്പനാണ് എന്റെ ഇഷ്ടദൈവം. അപ്പോൾ ഗുരുവായൂരപ്പനെ കുറിച്ച് തന്നെ എന്തെങ്കിലും ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ് ഞാൻ കൃഷ്ണ കൊറിയോഗ്രാഫി ചെയ്തത്. പിന്നെ അത് യുഎസിലെ ഓഡിയൻസിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പൊ അതൊക്കെ വായിച്ചു കണ്ടപ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു.
യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കോമ്പറ്റീഷനൊന്നും അധികം പങ്കെടുത്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പങ്കെടുക്കുന്നത് 2015 ഏപ്രിലില് ക്ലീവ്ലൻഡ് ത്യാഗരാജ ആരാധന ഫെസ്റ്റിവലിലാണ്. അതൊരു ഇന്റർനാഷണൽ ഡാൻസ് കോമ്പറ്റീഷൻ ആണ് ഭരതനാട്യത്തില്. ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. കാനഡ, സിംഗപ്പൂർ, ഇന്ത്യയിൽ നിന്ന് തന്നെ പാർട്ടിസിപ്പൻസ് US വന്ന് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതിൽ റണ്ണറപ്പ് ആയിട്ട് വിൻ ചെയ്യാൻ പറ്റി ഭരതനാട്യത്തില്. അതും ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒരുപാട് ലെജൻഡ് ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. റോജ കണ്ണൻ, അതുപോലെ തന്നെ സാവിത്രി മാമി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടു. അവരുടെയൊക്കെ ഇൻസ്പിറേഷണൽ സ്പീച്ച് കേട്ടപ്പോൾ തന്നെ വീണ്ടും പെർഫോമൻസ് രംഗത്ത് തന്നെ വരണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നിയായിരുന്നു. എന്റെ അച്ഛനായിരുന്നു എന്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ഫുൾ സപ്പോർട്ട്. അച്ഛൻ തന്നെയായിരുന്നു കലയായാലും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കൊരു പ്രചോദനമായി എന്നും കൂടെ ഉണ്ടായിരുന്നതും അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് നഷ്ടമായത്. എന്നാലും അത് അച്ഛന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു നർത്തകിയാവണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛന് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് പഠിത്തത്തിലേക്ക് തിരിഞ്ഞപ്പോഴും ഡാൻസ് കൂടെ കൊണ്ടുപോകാൻ എനിക്കൊരു പ്രചോദനമായതും ആ ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ഇരുന്നപ്പോ ആലോചിച്ചു അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അച്ഛൻ പോയിട്ട് ഇപ്പൊ 10 വർഷമാവുകയാണ്. അപ്പൊ അച്ഛന്റെ പേരിൽ, അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് സംയോഗ എന്ന ട്രസ്റ്റ് ഈ വർഷം ഇവിടെ രജിസ്റ്റർ ചെയ്തത്, ഇന്ത്യയിൽ തന്നെ. അപ്പോൾ US ഇതുപോലെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസും ചാരിറ്റി ഈവന്റ്സും ഒക്കെ ചെയ്താലും എന്റെ സ്വന്തം നാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. സംയോഗ ട്രസ്റ്റിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ തന്നെ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അങ്ങനെ പല പല കലാരൂപങ്ങളെ നമുക്ക് ഒരു കുടക്കീഴിനുള്ളിൽ കൊണ്ടുവരിക എന്നതാണ് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പല പല വലിയ വലിയ നർത്തകരെയും അല്ലെങ്കിൽ പാട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഫെസ്റ്റിവലായിട്ട് നടത്തണം. ആ ഒരു ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കുറച്ചൊരു പെർസെന്റേജ് മാറ്റി അതൊരു ആർക്കെങ്കിലും, അത് കലാപരമായിട്ട് ആരെങ്കിലും സഹായിക്കാൻ. കാരണം കല വളരെ എക്സ്പെൻസീവ് ആണ്. പലരും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കല നിർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയും അല്ല എന്തെങ്കിലും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനം, എന്തെങ്കിലും ഒരു ചാരിറ്റി ഇതായിട്ട് ഒരു % മാറ്റി വെച്ച് അവരെ സഹായിക്കണം എന്നതാണ് എന്റെ ഒരു ലക്ഷ്യം ഇത് തുടങ്ങുന്നതിന്റെ. ആദ്യത്തെ വർഷം അതൊരു ചെറിയ രീതിയിൽ എന്റെ ഒരു കുച്ചിപ്പുടി പെർഫോമൻസിൽ തുടങ്ങി. ഈ സംയോഗ എന്ന പേര് ജനങ്ങളിലേക്ക് എത്തി. അടുത്ത വർഷം അതൊരു വലിയൊരു ഫെസ്റ്റിവൽ ആയിട്ട് നടത്താനാണ് എന്റെ ആഗ്രഹം. അത് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് പോകും തോറും ഒരു കോമ്പറ്റീഷൻ നടത്തുക, അല്ലെങ്കിൽ ചെറിയ, അതായത് ഇപ്പോ അപ്കമിങ് ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട് കലാരംഗത്ത്. അപ്പൊ അവർക്കൊരു വേദി കൊടുക്കുക, ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ചെറിയ കുട്ടികൾക്ക് വെച്ച് അതിലൊരു സ്കോളർഷിപ്പ് പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡാൻസ് തന്നെ, അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ പാട്ട് പഠിക്കാനുള്ള ഒരു പ്രചോദനം നൽകുക. ഇതൊക്കെയാണ് സംയോഗയുടെ ഉദ്ദേശം. സംയോഗയുടെ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് ആണ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ത്രൂ ഡാൻസ്. അതിന്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ് 29th ഞാൻ ഇവിടെ ചെയ്യുന്ന കുച്ചിപ്പുടി പെർഫോമൻസ്. അതുപോലെ തന്നെ ഇത് ചാരിറ്റി പ്രോഗ്രാംസ് ഇനി 3 കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഏപ്രിലിൽ US വെച്ച് നടത്താനുള്ള ഒരു 3 ചാരിറ്റി പ്രോഗ്രാമും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പണിപ്പുരയിലാണ്. ഇനി ഡിസംബറിൽ തിരിച്ച് ഞാൻ ചെന്നിട്ട് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഇനി ഇന്ത്യയിൽ അടുത്ത വർഷം ഏതാണ്ട് ഈ സമയം ഒക്ടോബർ നവംബർ സമയത്ത് ഇനി അടുത്തൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ പോലെ നടത്തണം. പല പല ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഓരോ വർക്ക്ഷോപ്സും ഡാൻസ് പെർഫോമൻസസും കാര്യങ്ങളും, അതിന്റെ പിന്നെ ഒരു % ആരെങ്കിലും സഹായിക്കാൻ. എനിക്ക് ഈ ഒരു
ഓർഗനൈസേഷൻ തുടങ്ങാനും ഒക്കെ കാരണമായത് എന്റെ അച്ഛനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. അച്ഛൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ട്രീറ്റ്മെന്റിലായാലും ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും കല്യാണം നടത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛനെ കണ്ടാണ് ഞാൻ അല്ല എന്തെങ്കിലും അതുപോലെ തന്നെ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതും അച്ഛന്റെ പേരിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അച്ഛന്റെ പേര് ജി സതീശൻ എന്നാണ്. ഗവൺമെന്റ് കോൺട്രാക്ടർ ആയിരുന്നു അച്ഛൻ. ഈ വർഷം ഒരു ചെറിയ രീതിയിൽ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. എന്റെ ഗുരു ഫേമസ് ഡാൻസർ കുച്ചുപുടി ഡാൻസർ ശ്രീമതി വൈജയന്തി കാശി. എന്റെ പ്രോഗ്രാമിന് തൊട്ട് മുന്നേ 5 മണി മുതൽ 6 മണി വരെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനില് കുച്ചുപുടിയെ കുറിച്ച് എവല്യൂഷൻസ് ഓഫ് കുച്ചുപുടി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയൊരു തുടക്കം മാത്രം. അടുത്ത വർഷം അത് വലിയ പ്രോഗ്രാംസും കാര്യങ്ങളും വർക്ക്ഷോപ്സും ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന കൂടുതൽ ആൾക്കാരെ കലാ ഫീൽഡിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹവും കൂടി എനിക്കിതിലുണ്ട്. ഇനി ഞാൻ എപ്പോഴും എത്ര പെർഫോമൻസസ് ചെയ്താലും എന്ത് ചെയ്താലും ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ഇപ്പോഴും ഒരു ആവറേജ് ഡാൻസർ തന്നെയാണ്. ഒരു അങ്ങനെ വലിയൊരു നർത്തകിയൊന്നും, നൃത്തം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഓഷ്യൻ പോലെയാണ്. അതിനകത്ത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇനി തുടർന്നും വൈജയന്തി ഒക്കെ എടുത്ത് നിന്ന് കൂടുതൽ അതിന്റെ ടെക്നിക്സും കൊറിയോഗ്രാഫി പാട്ടും അങ്ങനെ അതെല്ലാം പഠിച്ചിട്ട് വലിയ ഡാൻസ് പ്രൊഡക്ഷൻസ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ദൈവാനുഗ്രഹം കൊണ്ട് എത്രത്തോളം വരും എന്നൊന്നും എനിക്കറിയില്ല. അതിനുവേണ്ടി പരിശ്രമിക്കും. ചെറുപ്പത്തിലെ യൂത്ത് ഫെസ്റ്റിവൽ വേദികളല്ലാണ്ട് സൂര്യ ഫെസ്റ്റിവൽ, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ കൂടെ 1-2 പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിം അവാർഡ്സും അങ്ങനെ ചില വേദികൾ. പിന്നെ US പോയിട്ട് എന്റെ ഏറ്റവും വലിയൊരു സ്റ്റേജ് എന്ന് പറയുന്ന ത്യാഗരാജ ആരാധന ഫെസ്റ്റിവൽ തന്നെയായിരുന്നു. അത്രയും വലിയ ഡാൻസേഴ്സിന് മുന്നേ ഡാൻസ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നവംബർ 13-ാം തീയതി ICCRന്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. കുച്ചുപുടി തന്നെയായിരുന്നു. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തൃക്കാർത്തിക ദിവസം എനിക്ക് ചുവട് വെക്കാൻ പറ്റി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് 25-ാം തീയതി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമായിരുന്നു ആ നടയിൽ ഒന്ന് ചുവട് വെക്കാൻ ഒരു ചെറിയ അവസരം എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഡാൻസിന്റെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അതില് കൃഷ്ണന് ഗോപിക ഇങ്ങനെ ഹാരം കൃഷ്ണന് ചൂടിക്കൊടുക്കുന്നതും കൃഷ്ണന്റെ കൂടെ കളിക്കുന്നതും ആ ഒരു കൊച്ചു സന്തോഷം ഗോപികയ്ക്ക് കിട്ടുന്നത്, കൃഷ്ണനോടൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്നത്, അത് ഞാൻ ചെയ്യുമ്പോൾ ശരിക്കും ഗുരുവായൂരപ്പൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആ നടയിൽ ചെയ്തപ്പോൾ കിട്ടിയത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. അതോടെ കൃഷ്ണന്റെ അനുഗ്രഹം ഇനിയും തുടർന്നും എന്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമർപ്പണ എന്ന ഈ പ്രോഗ്രാം സംയോഗയുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതും എന്നെ അനുഗ്രഹിക്കാൻ എത്തുന്നതും ട്രാവൻകൂർ റോയൽ ഫാമിലിയിലുള്ള ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിയാണ്. കൂടാതെ തന്നെ എന്റെ കഥകളി ഗുരു വലിയ കഥകളി നർത്തകനായ ശ്രീ നെല്ലിയോട് വാസുദേവ നമ്പൂതിരി സർ, അവർ രണ്ടുപേരുമാണ് ഭദ്രദീപം തെളിയിക്കാനായി എത്തുന്നത്.